എപ്പോഴാണ് നിങ്ങൾ ഈ ഷിപ്പ് ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയെ പറ്റി അവെയർ ആവുന്നതെന്നും കൂടി അറിഞ്ഞേക്കൊള്ളാം. അതായത് ഇത് OTT റിലീസ് ഒക്കെ ആവുമ്പോഴാണോ അത് തിയേറ്റർ റിലീസ് ആയിട്ട് ഇത് ചർച്ചയായപ്പോ ആ സമയത്തും ഉണ്ട് അറിഞ്ഞിരുന്നു? ഇത് ഇതിന്റെ ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. സോ ഐ ന്യൂ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് പ്രോജക്റ്റ് ഫ്രെയിംസിന്റെ ഹെഡ് മിസ്റ്റർ വീർ റെക്വർ, അദ്ദേഹമാണ് എനിക്ക് വിളിച്ചത് ഇത് ചെയ്യാം എന്ന് പറയണത്. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഡിഡ് വാസ് ടു സെർച്ച് ഫോർ ദ ബുക്ക് എന്തായാലും കിട്ടി വായിക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഐ ഡിഡ് ദ ഓൺലൈൻ സെർച്ച്. അപ്പൊ അങ്ങനെയാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യണത്. പിന്നെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടും ആമസോണിന്റെ. നമ്മൾ വീഡിയോസ് ഇരുന്ന് കണ്ട്, സോ യു മേക്ക് എ മെന്റൽ പ്രിപ്പറേഷൻ, യുനോ പ്രോപ്പർ ഒരു ഹോംവർക്ക്. പിന്നെ ഇവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഫ്രെയിംസിലെ ഡബിങ് ഡബ് ഡയറക്ടർ ആയിട്ടുള്ള അജന്യ സഞ്ജു, ഷീസ് എ കിഡ്. അവള് 17ാമത്തെ വയസ്സിൽ ഡബ് ഡയറക്ടർ ആയ കുട്ടിയാണ്. അപ്പൊ അവളുടെ കാലിബർ ഒന്ന് ആലോചിക്കണം. അവൾക്ക് കൈവന്ന പ്രോജക്റ്റാണ് ആക്ച്വലി ഇത്. പക്ഷെ മറ്റൊരു പ്രോജക്റ്റ് അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നതും കൊണ്ട്, മറ്റൊരു ബാൻഡ് വിഡ്ത്ത് അവിടെ ഇല്ലാത്തതും കൊണ്ടും, ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്നതും കൊണ്ടും അത് എന്നിലേക്ക് വന്നതാണ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ഐ വാസ് ഡെസ്റ്റിൻ ടു ഡു ഇറ്റ് എന്നുള്ളത്. അപ്പൊ അജന്യ, നമുക്കിപ്പോ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ, ഇപ്പൊ എന്റെ 3rd പ്രോജക്റ്റ് വന്നു. സോ നമ്മള് വൈൽ കമ്മിങ് ഹിയർ വി വർ ഡിസ്കസിങ്, ഞാൻ ഇന്ന് രാത്രി പോയിട്ട് വേണം ആ വീഡിയോസ് കാണാനും ഈ ക്യാരക്ടറിന് ഏത് വോയിസ്, ഇപ്പം എനിക്കറിയാം ഏതൊക്കെ വോയിസ് ഇതിനൊക്കെ ചേരും എന്നുള്ളത്. പക്ഷെ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റിൽ എനിക്കിതൊന്നും അറിയില്ല. അതായത് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന് നമ്മൾ വീഡിയോ ഒരു വോയിസ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അയച്ച് അപ്രൂവൽ എടുക്കണം. അപ്പൊ അതെല്ലാം ചെയ്തു വെച്ചിരുന്നത് അജന്യാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോയിസ് മാച്ച് ആണ്. അത് ആ കുട്ടി ചെയ്തതാണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹെർ. അവള് അതില് ക്ലൗഡ് എന്ന് പറയുന്ന പഞ്ഞിക്കെട്ട്, അത് അജന്യയുടെ വോയിസ് ആണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ചെയ്ത് ആളുകളെ അതിൽ കൊണ്ട് വലിച്ചിടുക എന്നുള്ള പണി അത് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ചെല്ലണത്. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് ആർട്ടിസ്റ്റിനെ അധികം അറിയില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ പോയി വരണോ ചെയ്യണോ എന്നുള്ളതിനപ്പുറത്ത്. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു അത് അജന്യയുടെ വർക്കായിരുന്നു, അജന്യയുടെ ആൾക്കാരെങ്കിലും അറിയണം. ഐ കൺസൾട്ടഡ് ഹെർ. അപ്പൊ അവളാണ് ഓരോ ക്യാരക്ടേഴ്സിനും, ഐ തിങ്ക് 1-2 ആർട്ടിസ്റ്റ് ഒഴികെ ബാക്കി എല്ലാവരും അജന്യയുടെ അടുത്ത് നിന്ന് ഇതാരാവും ചേരുമെന്ന് പറഞ്ഞു തരും. അപ്പൊ അവളിപ്പോ ഇന്ന ആള് മതി ചേച്ചി. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രെയിംസിന്റെ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പൊ എനിക്ക് ഈ ഫ്ലോറിൽ അജന്യയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. ദിസ് വാസ് ആക്ച്വലി ഹെർ പ്രോജക്ട്. ഇപ്പൊ ഇതിനകത്ത് കുറെ നമ്മൾ ഇതുവരെ കാണാത്ത പെർസ്പെക്റ്റീവ്സും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ട് ആളാണ് ബാഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ഏരിയ, അതങ്ങനെ ഇമാജിൻ ചെയ്യാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം മനുഷ്യനെ കൊല്ലുന്ന ആളെ മാത്രമല്ല നമ്മൾ കൊലയാളി എന്ന് വിളിക്കാറുള്ളൂ. അതിന് നേരെ ഒരു റിവേഴ്സ് ചിന്തിക്കാൻ കുറെ റിവേഴ്സ് സൈക്കോളജി കുറെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഷിപ്പ് ഡിറ്റക്റ്റീവ്സിനെ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ പ്ലേ വൈസ് ഏത് എലമെന്റ്? സ്ക്രിപ്റ്റ് ചെയ്തത് ഞാനല്ല, ബാദുഷാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവീണാണ് ക്യൂറേറ്റർ. സ്ക്രിപ്റ്റിന്റെ ആണെങ്കിലും നമ്മൾ ഡബ് ഡയറക്ഷൻ ചെയ്യുന്നതിന്റെ ഒക്കെ ക്യൂറേറ്റർ അറ്റ് ദ ബേസിക് ലെവൽ ഇദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. ബാദുഷാ ഫയാസ് ആണ് ചെയ്തത്. അദ്ദേഹം ഇപ്പം ഫ്രെയിംസിൽ ഇല്ല. സ്ക്രിപ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അധികം ഇതില് അവിടെ എഴുതിയ ഒറിജിനൽ റൈറ്ററിന്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് തോന്നിയ ഏരിയ ഏതാണ്? ആ വില്ല് എഴുതി വെക്കുന്നതാണോ അതോ ഈ മൊത്തത്തിലുള്ള മർഡർ മിസ്റ്ററി ആണോ? ഏത് ഏരിയ ഭയങ്കരമായിട്ട് ഫൈൻ റൈറ്റിംഗ് ഫീൽ ചെയ്ത ഏരിയ? ഫൈൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫൈൻ റൈറ്റ്സ്. കാരണം ഞങ്ങൾ ഈ ഇതല്ല ഏത് പ്രൊജക്ട് എടുക്കുമ്പോഴും ഞങ്ങളുടെ സാറ് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പുറത്തുള്ള ഇംഗ്ലീഷ് വേർഡിന്റെ മലയാളം എഴുതി വെക്കാൻ ആർക്കും പറ്റും. അതിന് അവിടെ ഒരാളുടെ ആവശ്യമില്ല. അതിനൊരു സോൾ ഉണ്ടാവുമല്ലോ, ആ ഡയലോഗിന് ഒരു സോൾ ഉണ്ടാവും. അതിന്റെ എസെൻസ് എടുത്ത് ആ സമയത്ത് അവിടെ 2 മലയാളികളാണെങ്കിൽ അവരെന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, അത് എഴുതുക. കുറച്ച് സിങ്ക് ആവും വേണം. ഞങ്ങൾക്ക് എഴുതി ശീലമായതുകൊണ്ട് നമുക്കത് എഴുതി കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്ന അറിയാം. ഓക്കെ. അപ്പൊ ഗോച്ച എന്നൊക്കെ പറയുന്നതിന് കിട്ടിയടാന്നോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു അങ്ങനെ പല പല വാക്കുകൾ ഉപയോഗിക്കില്ല. അപ്പൊ എങ്ങനെയാ ഇതിനെ കറക്റ്റ് ആയിട്ട്? ആക്ച്വലി എന്താണെന്നറിയോ, നമ്മൾ ഈ ഗോച്ച എന്ന് പറഞ്ഞ സംഗതി ഇപ്പൊ പറയുമ്പോൾ വായടച്ച് തീർന്നു. അപ്പൊ നമുക്ക് അവിടെ ഏറ്റവും എളുപ്പം ഡബ് ചെയ്യാൻ ഏതാ എളുപ്പം എന്ന് വെച്ചുള്ളത് നോക്കും. അതിനകത്ത് കിട്ടിയെന്നുള്ളത് ചിലപ്പോ കിട്ടി ഗോച്ച എന്ന് പറയുമ്പോ അവരുടെ ലിപ്പ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, ചിലപ്പോ ഫാസ്റ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോ ഒരു സ്ലോ ആയിട്ടായിരിക്കും പറയാം. അപ്പൊ ഏതാ എളുപ്പം എന്നുള്ളത് ചിലപ്പോൾ കൂടുതലും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ
യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സീനിന് എന്താണ് ആപ്റ്റ് ആവുന്നത് മലയാളം നേരിട്ട് മലയാളം പരിഭാഷ ചെയ്യുന്നതല്ല ഡബിങ് ഇപ്പൊ അല്ല, ഒരുപാട് മാറി. അന്ന് ചോദിച്ചില്ലേ എങ്ങനെ എത്രത്തോളം മാറിയിട്ടുണ്ട്. നമ്മള് ആക്ച്വലി ഇത് എല്ലാവരും ഒരു മുൻവിധിയോട് കൂടിയ സംഗതി ഇപ്പോഴും കുറെ പേരൊക്കെ കാണാതിരിക്കുന്നത്. കാരണം മുമ്പ് സൂര്യ ടിവിയിലൊക്കെ ചെലന്തി മാപ്പിള പരിപാടികൾ വന്ന സമയത്ത് ഈ മലയാളം ഡബ്ബല്ലേ ഇത്രക്കൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു മുൻവിധിയോട് കൂടിയ സാധനം കാണാതിരിക്കും. അതിനൊക്കെ ഒരുപാട് മാറി, ഒരുപാട്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇതിനൊരു ടീമുണ്ട്, ഡ്യൂലക്സ് എന്ന് പറഞ്ഞു. അവരാണ് ഇപ്പൊ കേരളത്തിലുള്ള അല്ല ഇന്ത്യയിലുള്ള ഫുൾ ഡബ് ഹാൻഡിൽ ചെയ്യുന്നത്. അവര് ഞങ്ങൾക്ക് പ്രൊജക്ട് തന്നിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കാൻ പറയും. അതായത് ഈ സിനിമ അല്ലെങ്കിൽ സീരീസിലെ ക്യാരക്ടേഴ്സ് ഏതൊക്കെ ഇമോഷൻസ് പറയുന്നുണ്ടോ അതിന് ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിലുള്ള ഒരു ക്ലിപ്പ്, ഷോറിയിലൊക്കെ പോലെ ക്ലിപ്പ്. എന്നിട്ട് അത് ഞങ്ങളുടെ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് അതിനൊരു ആർട്ടിസ്റ്റിനെ റെഡിയാക്കുക. അതൊരു 5-10 പേരെ എടുത്തിട്ട് അതിൽ നിന്ന് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു 3 പേരിലേക്ക് എത്തും. അതിൽ നിന്ന് 3 പേരെ വിളിച്ച് ഞങ്ങൾ ഡബ് ചെയ്യിക്കും. അതിൽ നിന്ന് ഒരാൾ ഞങ്ങൾ ഓപ്ഷൻ വെച്ചിട്ട് ക്ലയൻസിന് അയക്കും, ഞങ്ങളുടെ ഇതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരവിടെ നിന്ന് ഈ 3 പേരിൽ ഒരാളെ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് അയക്കും. അവരാണ് ഇത് ഫുൾ ഡബ് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ ലില്ലിയുടെ? ലില്ലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ്, അവൻ നമ്മളെ നോക്കിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവനെ ശ്രദ്ധിക്കാതിരിക്കണമെന്നില്ല, സെബാസ്റ്റ്യൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആള് തന്നെ എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു ഡയലോഗ്, നമ്മൾ ഈ കേസ് തെളിയിക്കണം എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഇതെല്ലാം ലില്ലിയായിട്ട് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്, കൂടെ ചേർത്ത് നിർത്താനും ഇതങ്ങനെ വിട്ട് കളയരുത് എന്ന് തീരുമാനിക്കാനും അങ്ങനെ ബാക്കിയുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനും. പിന്നെ കേളിബിന്റെ അടുത്ത് പോയി അവരുടെ ആടുകളുടെ അടുത്ത് നിന്നൊക്കെ അവരുടെ ചെന്നായ്ക്കളൊക്കെ ഓടിച്ചിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് നമ്മളിത് മറക്കരുത്, ഇതിങ്ങനെയൊന്നും അല്ല. എന്നുവെച്ചാൽ ആദ്യം വന്നിട്ട് പറയും എഴുന്നേക്ക് എന്ന് പറയും, എന്നിട്ട് എല്ലാരും എന്റെ കൂടെ വാ എന്ന് പറയും. അതുകൊണ്ട് പറയും മറക്കരുത്, നമ്മൾ അങ്ങനെ ചെയ്യരുത്, സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു, ഞാനത് കണ്ടതാ, അങ്ങനെയൊന്നല്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അന്നേരം എല്ലാവരെയും ചേർത്ത് നിർത്താനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ലില്ലിയുടെ ആ ഒരു ക്യാരക്ടർ ഇടുന്ന എഫേർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു പോർഷനാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പം നമ്മള് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു തിയേറ്റർ റിലീസിന് ശേഷം വന്ന അല്ലെങ്കിൽ OTT ടൈമിൽ വന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു പരിപാടിയല്ല. ഐ തിങ്ക് നമ്മളൊരു ഫെബ്രുവരിയിൽ എന്തോ വോയിസ് ടെസ്റ്റ് എടുത്ത് വോയിസ് ടെസ്റ്റ് വാസ് ടേക്കൻ സമവർ അറൗണ്ട് ജനുവരി. കാരണം 3rd week of ജനുവരിയിലാണ് ഈ പ്രോജക്ട് എനിക്ക് വരുന്നത്. അതെ, അതിനുശേഷം നമ്മൾ ഡബ് ഫോർ ദ മൂവി ഹാപ്പൻഡ് ഇൻ 18 days. ആൻഡ് അതിനുശേഷം നമ്മൾ അറൌണ്ട് മാർച്ച് ഏപ്രിൽ ടൈമിൽ നമ്മളിത് ഡബ് കാര്യങ്ങൾ ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷം ഈ OTT റിലീസിന് മുമ്പ് പല തവണയായിട്ട് നമ്മൾ കറക്ഷൻ അയച്ചു കൊടുത്ത് വീണ്ടും QC വന്ന് നമ്മൾ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അയച്ചു കൊടുത്ത്. സോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാനുള്ള മാക്സിമം പെർഫെക്റ്റ് ആക്കാനുള്ള പല റൗണ്ട് നമ്മൾ ഇതിലൂടെ പ്രോസസ്സിലൂടെ കടന്നുപോയാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫൈൻ പ്രൊഡക്റ്റ് നമുക്ക് ലാസ്റ്റ്. മലയാളം സിനിമയ്ക്ക് എടുക്കുന്ന ഏറെക്കുറെ എഫോർട്ട് ഒക്കെ എടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആമസോൺ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അവർക്ക് കുറെ സെറ്റ് എന്താ പറയണ്ടേ പാരാമീറ്റേഴ്സും അവരുടെ കുറെ SLAs ഉണ്ട്. അപ്പൊ നമ്മള് ആസ് എ തേർഡ് പാർട്ടി വെണ്ടർ നമ്മള് കറക്റ്റായിട്ട് അവരുടെ ആ ഗൈഡ് ലൈൻസ് പ്രകാരം അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ലേയേഴ്സ് ഓഫ് ക്യൂസിങ് ക്വാളിറ്റി കറക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ക്രൗഡൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും പുറകിൽ ഒരാട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നമ്മളത് മിസ്സായിട്ടുണ്ടാവും, കാരണം ക്രൗഡാണല്ലോ. ചിലപ്പോൾ അതായിരിക്കും അവർ കണ്ടുപിടിച്ചിട്ട് ഇത് മിസ്സാണ് എന്ന് പറയും. അപ്പൊ അത്ര പോലും വളരെ മൈന്യൂട്ടായിട്ട് ഇഴകീറി അവര് നോക്കിയിട്ടാണ് ഇത്. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അത് അപ്പം വിത്തിൻ ലൈക്ക് ഒരു ഹാഫ് ഡേ വി കറക്റ്റ് ഇറ്റ് ആൻഡ് വി സെൻഡ് ഇറ്റ് ബാക്ക്, ഗെറ്റ് ദി അപ്രൂവൽ. ഇങ്ങനെ കുറെ ലേയേഴ്സ് ഓഫ് കറക്ഷൻസ് ഇതിന് ശേഷം നടക്കും. ജസ്റ്റ് നോട്ട് ദ ഡബിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡബിങ് ഒരുപാട് മാറിയിട്ടുണ്ട്. ചിലന്തി മാപ്പിള ഇപ്പോഴും അതാണെന്നുള്ള ഇപ്പൊ ഇതല്ലാതെ ഞങ്ങൾക്ക് ഇതിലും അപ്രീസിയേഷൻ കിട്ടേണ്ട ഒരു സംഗതി മിസ്സായി പോയിട്ടുണ്ട്. സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവ് എന്ന് പറഞ്ഞു. അത് ഇതുവരെ ഡബിങ്ങിൽ ആരും പരീക്ഷിക്കാത്തൊരു സംഗതി ഞങ്ങൾ അതിനകത്ത് ട്രൈ ചെയ്തിരുന്നു. അത് മൊത്തം ഞങ്ങൾ അതിനെ മലപ്പുറത്ത് കൊണ്ടുവച്ചു. ഫുൾ മലപ്പുറം സ്ലാങ്, ഫുൾ ഔട്ടാണ്. അത് മലപ്പുറം പടമല്ല എന്ന് കണ്ട ഒരാളും പറയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ട് പക്ഷെ